നമസ്കാരം. ചാപ്റ്റർ മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4ാമത്തെ പാഠഭാഗമായ എലോങ് വിത്ത് മോഷൻ എന്ന പാഠഭാഗം പഠിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ബാക്കിയുള്ള പാഠങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ 4ാമത്തെ പാഠത്തിന്റെ പേര് എലോങ് വിത്ത് മോഷൻ എന്ന് പറഞ്ഞാൽ ചലനത്തോടൊപ്പം. മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കേട്ടിട്ടുള്ളൊരു വാക്കാണ്. മോഷൻ എന്ന് പറഞ്ഞാൽ ചലനം എന്നാണ് അതിന്റെ മലയാളം. നമുക്ക് ചുറ്റും ഒരുപാട് ചലനങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് ചുറ്റും നമ്മൾ ഒരുപാട് ചലനങ്ങൾ കാണുന്നുണ്ട്. ആ റോഡിൽ കൂടി കാർ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ബൈക്ക് സഞ്ചരിക്കുന്നു, ആളുകൾ നടക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. വിമാനം ആകാശത്ത് കൂടി പോകുന്നു. ഇതെല്ലാം ചലനത്തിന് ഉദാഹരണങ്ങളാണ്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ വിശദമായി ഈ പാഠഭാഗത്തിൽ കൂടി പഠിക്കുകയാണ്. എന്താണ് എന്ന് നമുക്ക് ടെക്സ്റ്റിലേക്ക് നോക്കാം. എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്തു വെച്ചിട്ട് വേണം ബേസിക് സയൻസ് പഠിക്കാനായിട്ട് ഇരിക്കേണ്ടത്. കാരണം നമ്മുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായും പറഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടാകണം. ടെക്സ്റ്റ് ഇല്ലാതെ ഈ പാഠഭാഗം ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് ടെക്സ്റ്റ് കൂടെ കയ്യിൽ വെച്ചുകൊണ്ട് ക്ലാസ് കാണുന്നതാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് കയ്യിൽ വെക്കുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. അപ്പോൾ മക്കളെ, നമ്മുടെ ഈ ടെക്സ്റ്റില് ഈ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആദ്യ പേജിൽ തന്നെ ഒരു ചിത്രം. ആ ചിത്രത്തിൽ നമുക്ക് കത്തി ജ്വലിച്ച് നിൽക്കുന്ന സൂര്യനെ കാണാം. സൂര്യന് ചുറ്റും കറങ്ങുന്ന നമ്മുടെ എർത്ത് ഉൾപ്പെടെയുള്ള മറ്റ് ഗ്രഹങ്ങളെ കാണാം. അതിൻ്റെ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ഒരു ചിത്രമാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒന്ന് നോക്കിയാട്ടെ. വിച്ച് ആർ ദ ഒബ്ജെക്ട്സ് ഓൺ ദ എർത്ത് ദാറ്റ് ഡു നോട്ട് മൂവ്? ഒരു ചോദ്യമാണ്. വിച്ച് ആർ ദ ഒബ്ജെക്ട്സ്, ഏതൊക്കെ വസ്തുക്കളാണ്, ഒബ്ജെക്ട്സ് എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ എന്നല്ലേ, വിച്ച് ആർ ദ ഒബ്ജെക്ട്സ് ഓൺ ദ എർത്ത് ദാറ്റ് ഡു നോട്ട് മൂവ്? ഭൂമിയിലെ ഏതൊക്കെ വസ്തുക്കളാണ് ചലിക്കാത്തതായിട്ടുള്ളത്, അതായത് അനങ്ങാത്തതായിട്ടുള്ളത്, അല്ലെങ്കിൽ ചലിക്കാത്ത, അല്ലെങ്കിൽ ഡു നോട്ട് മൂവ് എന്നാണ് പറഞ്ഞത്. ചലിക്കാത്ത ഏതൊക്കെ വസ്തുക്കളാണ് നമ്മുടെ ഭൂമിയിലുള്ളത് എന്നാണ് ചോദ്യം. ഇറ്റ് വാസ് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ that Bindu teacher came to the class that day. ഈ ചോദ്യം ആര് ചോദിച്ചാന്നാ പറയുന്നത്? ആ ദിവസം ക്ലാസ്സിലേക്ക് വന്ന ബിന്ദു ടീച്ചർ ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ ബിന്ദു ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നത് ഒരു ചോദ്യവുമായിട്ടാണ്. ഏത് ചോദ്യമാണ് ബിന്ദു ടീച്ചർ ചോദിച്ചത് മക്കളെ? which are the objects on the earth that do not move? ഭൂമിയിലെ ഏതൊക്കെ വസ്തുക്കളാണ് ചലിക്കാത്തതായിട്ടുള്ളത്? ചലിക്കാത്ത ഏതൊക്കെ വസ്തുക്കളാണ്? അപ്പൊ സ്വാഭാവികമായിട്ടും ടീച്ചർ അത് ചോദിക്കുമ്പോൾ ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചെയ്യും? ഉത്തരങ്ങൾ പറയും. ഏതൊക്കെ ഉത്തരങ്ങളാ അവർ പറഞ്ഞു നോക്കിയേ? ബിൽഡിങ്സ്, റോക്സ്, മൗണ്ടൻസ്, പിന്നെ കുറെ ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സെട്ര. അങ്ങനെ കുറെ ഉത്തരങ്ങൾ കുട്ടികൾ പറഞ്ഞു. ഏതൊക്കെയാ? ബിൽഡിങ്സ്, കെട്ടിടങ്ങൾ, നമ്മൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ ചലിക്കുന്നില്ല എന്നാണ് കുട്ടികൾ പറഞ്ഞത്. റോക്സ്, പാറകൾ, വലിയ പാറകളിലെ, വലിയ മലമുകളിലൊക്കെയുള്ള പാറകൾ, ഇതൊന്നും ചലിക്കുന്നില്ല എന്നാണ് കുട്ടികൾ പറഞ്ഞത്. മൗണ്ടൻസ്, വലിയ കുന്നുകളും മലനിരകളും ഒന്നും ചലിക്കുന്നില്ല എന്ന് കുട്ടികൾ പറഞ്ഞു. ഇനി അതിന്റെ തൊട്ട് താഴെ പറയുന്നത് നോക്കിയ മക്കളെ, ദ ചിൽഡ്രൻ വെന്റ് ഓൺ ആൻസറിങ്. കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉത്തരങ്ങൾ പറയാൻ തുടങ്ങി. ഈ പറഞ്ഞ ഉത്തരങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത്. They were surprised when the teacher remarked that all these objects are constantly in motion at great speed. ടീച്ചർ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ ഉത്തരങ്ങളിൽ പറഞ്ഞ ഈ വസ്തുക്കളെല്ലാം കോൺസ്റ്റന്റ്ലി എന്ന് പറഞ്ഞ സ്ഥിരമായി എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇൻ മോഷൻ അറ്റ് ഗ്രേറ്റ് സ്പീഡ്, ഹൈ സ്പീഡിൽ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്? ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ടീച്ചർ പറഞ്ഞ ഉത്തരമാണ്. നിങ്ങൾ ഈ പറഞ്ഞ ബിൽഡിങ്സ് ആയാലും റോക്സ് ആയാലും മൗണ്ടൻസ് ആയാലും ഇതെല്ലാം വലിയ സ്പീഡിൽ, വലിയ വേഗതയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? മോഷനിലാണ്, ചലിക്കുകയാണ്. അതും സ്ഥിരമായി, കോൺസ്റ്റന്റ്ലി എന്നല്ലേ പറഞ്ഞു, സ്ഥിരമായിട്ട് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്? ചലിക്കുകയാണ്. അപ്പൊ നമുക്കൊക്കെ ഒരു അത്ഭുതമായി പോയി അല്ലേ? നമ്മൾ നോക്കുമ്പോൾ അനങ്ങാതിരിക്കുന്ന വസ്തുക്കളാണ് ഇവയെല്ലാം. ഒരു പാറയെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് ബലം പ്രയോഗിക്കാതെ അനങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ വലിയ കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ നമ്മൾ തള്ളിയാൽ പോലും എന്ത് ചെയ്തില്ല? അനങ്ങത്തില്ല. പക്ഷെ ടീച്ചർ പറയുകയാണ്, ഈ കെട്ടിടങ്ങളെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സ്ഥിരമായി വലിയ വേഗതയിൽ എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. ഇഫ് ദാറ്റ്സ് ദ കേസ്, our house wouldn't be there when we get home from school. അപ്പൊ കുട്ടികൾ ചോദിച്ച മറ്റൊരു സംശയം കണ്ടോ? അങ്ങനെയാണെങ്കിൽ ടീച്ചറെ, ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ വീട് അവിടെ കാണത്തില്ലല്ലോ.
ടീച്ചർ പറഞ്ഞു കെട്ടിടങ്ങളൊക്കെ ചലിക്കുന്നുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് ഞങ്ങളുടെ വീട് അവിടെ കാണേണ്ടതില്ലല്ലോ എന്നൊരു സംശയം ആര് ചോദിച്ചു? അശ്വതി ക്യുബ്ഡ്. അശ്വതി എന്ത് ചെയ്തു? ഉദ്ധരിച്ചു. ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ സംശയം ചോദിക്കുക, അല്ലെങ്കിൽ എന്ത് പ്രകടിപ്പിക്കുക, സംശയം പ്രകടിപ്പിച്ചു. അശ്വതി സംശയം പ്രകടിപ്പിച്ചു. ഡു യു അഗ്രി വിത്ത് ദീസ്? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് മക്കളെ? താഴോട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. താഴെയുള്ള ചിത്രം നിങ്ങൾ നോക്കി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നു? ഗ്രഹങ്ങൾ, ഭൂമിയും എന്താണ്, അതുപോലെ തന്നെ മാർസും ഒക്കെ പോലെയുള്ള യുറാനസും പോലെയൊക്കെയുള്ള ഗ്രഹങ്ങൾ എന്ത് ചെയ്യണം? പ്ലാനറ്റ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ അടുത്ത പേജിൽ നോക്കിയേ. യു മേ ബി അവെയർ ഓഫ് ദ ഫാക്ട് that all planets move around the sun. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്ലാനറ്റ്സ് എല്ലാം, നമ്മുടെ എർത്ത് ഉൾപ്പെടെയുള്ള എല്ലാ പ്ലാനറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? സണ്ണിനെ അറൗണ്ട് ദ സൺ, സൂര്യന് ചുറ്റും എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്? കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. റിവോൾവിങ് അറൗണ്ട് ദ സൺ അല്ലേ? നമ്മൾ 5ാം ക്ലാസ്സിലെ യൂണിവേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ്. Can you explain what the teacher said on the basis of the motion of planets? അപ്പൊ ടീച്ചർ എന്തുമായി ബന്ധപ്പെടുത്തിയാ പറഞ്ഞേ നമുക്ക് മനസ്സിലായി. ടീച്ചർ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ ഭൂമിയിലെ മൗണ്ടൻസ് ആയാലും ബിൽഡിങ്സ് ആയാലും എല്ലാം ചലിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? ടീച്ചർ അപ്പൊ അതിനെ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാ ടീച്ചർ പറഞ്ഞത്? ടീച്ചർ പറഞ്ഞത് ഭൂമി എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്? സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഭൂമിയിലുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? സൂര്യനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ചലിക്കുന്നുണ്ട്. അതാണ് ആര് പറഞ്ഞത്? ടീച്ചർ പറഞ്ഞത്. ഓക്കെ, നമുക്കത് കാണാൻ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. നമുക്കത് എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുമോ? അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഡിസ്കസ് ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സ്. ഈ കാര്യം നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? താഴെ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റുകളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം മക്കളെ. നോക്കി, ഒന്നാമത്തെ പോയിന്റ്, വിച്ച് ആർ ദ മോഷൻസ് ഓൺ ദ എർത്ത് യു ആർ ഫെമിലിയർ വിത്ത്? ഭൂമിയില് നിങ്ങൾക്ക് പരിചയമുള്ള മോഷൻസ് അല്ലെങ്കിൽ ചലനങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ്? വാഹനങ്ങള് സഞ്ചരിക്കുന്നവ നമുക്കറിയാവുന്ന ചലനങ്ങൾക്ക് ഉദാഹരണമാണ് വിമാനം ആകാശത്ത് കൂടി പോകുന്നത്, ആളുകൾ നടക്കുന്നത് ഇല്ലേ? ഇതെല്ലാം എന്താണ്? മൃഗങ്ങള് നടക്കുന്നത്, ഇതെല്ലാം നമുക്കറിയാവുന്ന മോഷൻ അഥവാ ചലനങ്ങൾക്ക് എന്താണ് മക്കളെ? ഉദാഹരണങ്ങളാണ്. ശരിയാണല്ലോ. അടുത്തത്, വിച്ച് ആർ ദ ഒബ്ജെക്ട്സ് that move along with the earth when it moves? Which are the objects? ഏതൊക്കെ വസ്തുക്കളാണ് that move along with the earth, ഭൂമിയോടൊപ്പം എന്ത് ചെയ്യുന്നത്? ചലിക്കുന്നത്. when the earth moves, എർത്ത് സൂര്യന് ചുറ്റും മൂവ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ചലിക്കുന്ന മറ്റു വസ്തുക്കൾ ഏതൊക്കെയാണ്? അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ മക്കളെ. എന്തുമായിരിക്കും? ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും. ഭൂമി ചലിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും അതോടൊപ്പം എന്ത് ചെയ്യുകയാണ്? സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാതെ ഞാൻ അല്ലെങ്കിൽ നമ്മുടെ വീട് ഭൂമിയോടൊപ്പം കറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഭൂമി ഇറങ്ങുമ്പോൾ ഈ സാധനം മാത്രം അവിടെ നിൽക്കണ്ടേ? സാധനം താഴോട്ട് അങ്ങ് പോകണ്ടേ? അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഭൂമി ചലിക്കുന്നതോടൊപ്പം ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട്. ക്യാൻ യു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അറ്റ്ലീസ്റ്റ് ഫോർ എ സെക്കൻഡ്? ചോദിച്ചിട്ടുണ്ടോ? റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിശ്ചല അവസ്ഥയിലാവും, ചലിക്കാത്ത അവസ്ഥയിൽ ഇങ്ങനെ അനങ്ങാ നിൽക്കുക. ഒരു സെക്കൻഡ് എങ്കിലും നിങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചത്. പറ്റുമോ? അങ്ങനെ പറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭൂമി കറങ്ങുന്ന പരിപാടി അവസാനിപ്പിക്കണം. ഭൂമി കറങ്ങിക്കൊണ്ടേ ഇരിക്കുക. അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു മിനിറ്റ് പോലും അനങ്ങാതെ നിൽക്കാൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ പൂർണ്ണ സമയം നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മക്കളെ? ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല തെറ്റിദ്ധാരണകളും ഉണ്ട്. നമ്മൾ റെസ്റ്റിലാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അത് ഒരർത്ഥത്തിൽ ശരിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ സയന്റിഫിക്കലി ശാസ്ത്രീയമായി പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഭൂമി കറങ്ങുന്നതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്? അതോടൊപ്പം ചലിക്കുകയാണ്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു, ചലിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതെവിടെങ്കിലും വെച്ച് സ്റ്റോപ്പ് ആവുന്നുണ്ടോ? സ്റ്റോപ്പ് ആവുന്നില്ല. അത് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയോടൊപ്പം. നമ്മൾ മാത്രമല്ല, ഭൂമിയിലെ എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? വലം വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു സെക്കൻഡ് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല? റെസ്റ്റിൽ അല്ലെങ്കിൽ നിശ്ചലമായി ചലിക്കാതെ ഇരിക്കാൻ ഒരു സെക്കൻഡ് പോലും കഴിയില്ല
അങ്ങനെ പറ്റണമെന്നുണ്ടെങ്കിൽ ഭൂമി കറങ്ങുന്ന പരിപാടി നിർത്തണം. അപ്പോൾ അത് ഇമ്പോസിബിൾ ആയുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഫുള്ള് നമ്മൾ ജനിക്കുന്നിടം മുതൽ മരിക്കുന്നിടം വരെയുള്ള കാലഘട്ടം അത്രയും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് മക്കളെ, ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത കാര്യം നോക്കാം. ഒരു പോയിന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം കേട്ടോ. ഓൾ ഒബ്ജക്ട്സ് ഓൺ ദ എർത്ത് മൂവിങ് എലോങ് വിത്ത് ഇറ്റ്. എന്താ പറഞ്ഞത്, നമ്മളിപ്പോ പറഞ്ഞ അതേ കാര്യം തന്നെയാ. ഓൾ ഒബ്ജക്ട്സ് ഓൺ ദ എർത്ത്, ഭൂമിയിലെ എല്ലാ വസ്തുക്കളും മൂവ് എലോങ് വിത്ത്, അതിനോടൊപ്പം ചലിക്കുന്നു. ഇതിനോടൊപ്പം, ഭൂമിയോടൊപ്പം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. This can be understood only if we view from outer space. നമുക്കിത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഔട്ടർ സ്പേസിൽ പോകണം. എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്ത് പോകണം. ഭൂമിക്കൊക്കെ വെളിയിലുള്ള ബഹിരാകാശത്ത് ISROയുടെയും നാസയുടെയും വാഹനങ്ങൾ ഒക്കെ റോക്കറ്റുകളും ഒക്കെ പോകുന്നതിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അങ്ങനെ ബഹിരാകാശത്ത് പോയാൽ അവിടെ നിന്ന് നോക്കിയാൽ ഈ ഭൂമി ചലിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴേ നമുക്ക് ഇതിന് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഇനി അതിന്റെ താഴെ ഒരു ബോക്സിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നുണ്ടോ, വാട്ട് എ സ്പീഡ്, എന്തൊരു വേഗത. ഇതിനെ പറ്റിയാ, the earth rotates its own axis at an approximate speed of 1667 km/h at the equatorial region. നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമി സൂര്യന് ചുറ്റും വലം വെക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം ഒരു കാര്യം കൂടി നമ്മൾ പറയണം, ഭൂമി സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഭൂമി സ്വയം എന്ത് ചെയ്യുന്നു? ഒരു ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട്. അതൊക്കെ നിങ്ങൾ സോഷ്യൽ സയൻസിൽ വിശദമായിട്ട് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഇനിയുള്ള ക്ലാസ്സുകളിലും സോഷ്യൽ സയൻസിൽ വിശദമായിട്ട് പഠിക്കും കേട്ടോ. ഭൂമി സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതോടൊപ്പം ഭൂമി സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതോടൊപ്പം സ്വയം തിരിയുകയും ചെയ്യുന്നു. അത് മനസ്സിലായോ? ഭൂമി സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സൺ, the earth revolves around the sun and also rotates about its own axis. അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്താണ് നടക്കുന്നത്. ഓക്കെ, ഭൂമി സ്വയം കറങ്ങുകയും സൂര്യന് ചുറ്റും കറങ്ങുകയും ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യങ്ങളും ഒരേ സമയം. അപ്പൊ നമ്മൾ പൂർണ്ണ സമയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക, ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വി ആർ ഇൻ മോഷൻ. ഓക്കെ, അപ്പൊ ഭൂമി സ്വയം കറങ്ങുന്ന വേഗതയാണ് ഇവിടെ പറഞ്ഞത്. ഒരു മണിക്കൂറിൽ 1667 കിലോമീറ്റർ. എന്താ വേഗത എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മണിക്കൂറിൽ 1667 കിലോമീറ്റർ ഭൂമി സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. ഭൂമി സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. അതൊക്കെ ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് ഈ രാത്രിയും പകലും ഒക്കെ എന്ത് ചെയ്യുന്നത്? അനുഭവപ്പെടുന്നത്. അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. ഇനി അടുത്തതുപോലെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. നമ്മൾ നേരത്തെ പറഞ്ഞ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നെന്ന് പറഞ്ഞില്ല. അത് എത്ര വേഗതയിലാണ്? വിത്ത് ദ സ്പീഡ് ഓഫ് എത്രയാണ്? 1,06,000 km/h. ഒരു മണിക്കൂറിൽ 1,06,000 കിലോമീറ്റർ. കണ്ടോ? ഒരു മണിക്കൂറിൽ 1,06,000 km/h വേഗതയിലാണ് സൂര്യന് ചുറ്റും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഭൂമി സ്വയം കറങ്ങുന്നത് ഒരു മണിക്കൂറിൽ 1667 കിലോമീറ്റർ വേഗതയിലാണ്. എന്നാൽ സൂര്യന് ചുറ്റും കറങ്ങുന്നതോ 1,06,000 km/h. How wonderful it is to realize that we are moving at a great speed even while sitting still at a place. നോക്കിയേ, എത്ര മനോഹരമാണ്, അല്ലെങ്കിൽ എത്ര ആശ്ചര്യജനകമാണ്, എത്ര വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. നമ്മൾ വെറുതെ ഒരിടത്ത് ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണെന്ന് നമ്മുടെ ധാരണ. എന്നാലും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ചലിച്ചുകൊണ്ടേയിരിക്കുക, നമ്മൾ പോലും അറിയാതെ. ഇത് വലിയ എന്താണ്, ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. അപ്പൊ ഇതാണ് മോഷനുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ മക്കളെ, തൽക്കാലം നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം ഇത് നിങ്ങൾക്ക് ഇച്ചിരി കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കുന്ന ഒരു പോർഷനാണ്. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ കാര്യങ്ങൾ പഠിച്ചു പോകാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള പോർഷനുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.